നമസ്കാരം. അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക ശക്തിയുടെ പ്രതീകമായി ലോകം കാണുന്ന B-52 ബോംബർ വിമാനവുമായി ബന്ധപ്പെട്ട അപകട വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ സൈനിക ശക്തിയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ വിമാനങ്ങൾ ശീതയുദ്ധകാലം മുതൽ ഇന്നുവരെ നിരവധി നിർണായക സൈനിക ദൗത്യങ്ങളുടെ ഭാഗമായി മാറിയവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിമാനവുമായി ബന്ധപ്പെട്ട അപകടം വെറും ഒരു സാങ്കേതിക തകരാർ എന്നതിലുപരി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയവുമായി വിലയിരുത്തപ്പെടുകയാണ്. ആകാശത്തിന്റെ അനന്തതയിലേക്ക് കുതിച്ചുയർന്ന ഓരോ വിമാനത്തിന്റെയും പിന്നിൽ ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ പരിശീലനവും അതിസങ്കീർണമായ സാങ്കേതിക സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ പ്രകൃതിയുടെ അപ്രതീക്ഷിതമായ വെല്ലുവിളികളോ മനുഷ്യ പിഴവുകളോ യന്ത്രങ്ങളുടെ തകരാറുകളോ ചിലപ്പോൾ ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാറുമുണ്ട്. അതാണ് ഇത്തരം സംഭവങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കാരണമാകുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തെക്കൻ കാലിഫോർണിയയിലെ മൊജാവെ മരുഭൂമിയിലുള്ള US താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ അത് തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചതായി US സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചു. എഡ്വേർഡ്സ് വ്യോമത്താവളത്തിൽ നടന്ന ഒരു പതിവ് പരിശോധനാ ദൗത്യത്തിനിടെയാണ് വിമാനം തകർന്നു വീണത്. വിമാന നിർമ്മാതാക്കളായ ബോയിങ് കമ്പനി ജീവനക്കാരും സൈനിക ഉദ്യോഗസ്ഥരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. തങ്ങളുടെ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടതായി ബോയിങ് സ്ഥിരീകരിച്ചു. അപകടത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസം വരെ എടുത്തേക്കുമെന്നും US ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബോയിങ് B-52 ബോംബർ വിമാനം 1955-ലാണ് US സേനയുടെ ഭാഗമായത്. ഇത് ആണവായുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. വിയറ്റ്നാം മുതൽ ഇറാൻ വരെയുള്ള US സൈനിക ഇടപെടലുകളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. B-52 ബോംബർ വിമാനങ്ങളിൽ ആധുനിക റഡാർ സംവിധാനം മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. തിങ്കളാഴ്ച അപകടത്തിൽപ്പെട്ട വിമാനം ഇതിന്റെ ഭാഗമായിരുന്നോ എന്ന് വ്യക്തമല്ല. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തീപിടിച്ച് തകർന്നു വീഴുകയായിരുന്നു. ഒരു യുദ്ധവിമാനത്തിന്റെ തകർച്ച എന്നത് നഷ്ടമാകുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക ഉപകരണം മാത്രമല്ല, അതിനൊപ്പം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യത, സുരക്ഷാ മാനദണ്ഡങ്ങൾ, പരിശീലന രീതികൾ എന്നിവയും പൊതുചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് ഇതുവഴി എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഓരോ അപകടത്തിന്റെയും പിന്നിലെ കാരണം കണ്ടെത്താൻ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണം നടത്തുന്നത്. ഇന്ന് ലോകം കൂടുതൽ സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മധ്യപൂർവേഷ്യയിൽ യുദ്ധഭീഷണി ഉയരുമ്പോഴും യൂറോപ്പിലും ഏഷ്യയിലും സൈനിക മത്സരങ്ങൾ ശക്തമാകുമ്പോഴും ഓരോ യുദ്ധവിമാനവും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയുടെ പ്രതീകമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ B-52 പോലുള്ള ചരിത്ര പ്രസിദ്ധമായ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട അപകട വാർത്ത വെറും ഒരു വാർത്തയല്ല. ആധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ സുരക്ഷയും വിശ്വാസ്യതയും സംബന്ധിച്ച പുതിയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്ന സംഭവമാണ്. ആകാശത്ത് കരുത്തിന്റെ ചിറക് വിരിച്ച് പറന്ന ഇരുമ്പ് പക്ഷിയുടെ പതനം. സാങ്കേതിക വിദ്യ എത്ര ഉയരത്തിലായാലും സുരക്ഷ എന്ന ചോദ്യത്തിന് അവസാനമില്ല എന്ന ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.